പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ ദിവസം ഐഷ കോംപ്ലക്സിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വാഹനമിടിച്ചു മരിച്ച അതേ സ്ഥലത്ത് വെച്ചാണ് വ്യാഴാഴ്ച പുലർച്ചെ കോഴിക്കോട് നിന്നും പാലുമായി വന്ന ലോറി തലകീഴായി മറിഞ്ഞത്. കോഴിക്കോട് പാലിറക്കി പൊള്ളാച്ചിയിലേക്കുള്ള യാത്രാമധ്യേയാണ് പെരിന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷനിൽ വ്യാഴാഴ്ച പുലർച്ചെ ലോറി മറിഞ്ഞത്. പൊള്ളാച്ചി സ്വദേശികളായ ഡ്രൈവർ അമലിംഗേശ്വരൻ, ക്ലീനർ അബ്ദുൽ ഹമീദ് എന്നിവരെ നിസാര പരിക്കുകളോടെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലാ ട്രോമ കെയർ, പെരിന്തൽമണ്ണ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിവർ ഉടൻ സ്ഥലത്തെത്തി. പെരിന്തൽമണ്ണ ഗ്രീൻ ജോബ്സിലെ CCTV ക്യാമറയിൽ നിന്ന് ലോറി മറിയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. ഈ പെട്രോളിന് നമുക്ക് എവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ നമ്മള് രണ്ടാളും ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിൽ കിട്ടാ ആക്സിഡന്റ് ഒന്ന് കൊടുത്താ. വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽ-ഷിഫയെ കൊണ്ടുപോകാം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ-ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ-ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.